സ്കൂൾ തുറന്നു കഴിഞ്ഞ് കുറേ ദിവസം മഴയില്ലാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു മഴയൊക്കെ എവിടെയോ പോയെന്ന്. പക്ഷേ വീണ്ടും അതേ ആവേശത്തോടെ നമ്മുടെ മഴ തിരിച്ചു വന്നിരിക്കുകയാണേ. അപ്പോൾ അതാ നമ്മളുടെ വീട്ടിലൊരു ചക്ക, നമ്മുടെ വീട്ടിലെ ചക്കയല്ല കേട്ടോ, എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലെ ചക്കയാണ്. ഇവിടെ ഈ 10-25 വർഷമുള്ള പ്ലാവൊക്കെ ഉണ്ട്, പക്ഷേ പേരിന് പോലും ഒരു ചക്കയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അച്ചു വീട്ടിൽ വന്നപ്പം ഇങ്ങനെ ചക്കയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നതിനിടയിൽ അമ്മ ചക്കയുടെ ആളാണ്, അമ്മയും മമ്മിയൊക്കെ അത് തന്നെ. അപ്പോൾ ചക്കയുടെ കാര്യം പറഞ്ഞപ്പം അവൾ അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ ചക്ക. നമ്മളുടെ വീട്ടിൽ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചിട്ടുള്ള ചക്കയേ ഉള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ചക്കയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അമ്മ പറഞ്ഞു എനിക്ക് ചക്ക കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊണ്ടു തന്നാണ് കേട്ടോ. പക്ഷേ ചക്ക എനിക്കിതാ ഇതിങ്ങനെ പീസാക്കി തരണ്ട. ഞാൻ സാധാരണ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ഇതില്ലേ ചകിരിയുടെ ചകിരിയല്ല ഇതിന് പറയണത് എന്താ, ഈ സംഭവം നൂല് പോലുള്ള സംഭവം കളഞ്ഞിട്ടാണ് അമ്മയ്ക്ക് ഒരു പ്ലേറ്റിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് അങ്ങനെ വേണ്ട, ഇങ്ങനെ അടർത്തി ഇങ്ങനെ മുറിച്ച് തന്നാൽ മതി, ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാന്ന്. പക്ഷേ എനിക്കൊരു പേടി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുത്താലുള്ള പ്രശ്നം, അമ്മ ഇതിൻ്റെ ചക്കക്കുരു കഴിക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ചക്കക്കുരു കൊടുത്തിട്ട്, അതായത് ഈ ഒരു പരുവത്തിൽ ഞാൻ കൊടുത്തിട്ട് അതിൻ്റെ കുരുവെല്ലാം കൂടെ കഴിച്ചിട്ട് 4 ദിവസത്തോളം ഒഴിച്ചിലായിട്ടിട്ട് ഞാൻ തന്നെ പെടാപ്പാട് വിട്ടതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ട്രിക്ക് ചെയ്തു, അതിൻ്റെ കുരു എല്ലാം കൂടെ എടുത്ത് കളഞ്ഞിട്ടാണ് അമ്മയ്ക്ക് കൊടുത്തത്. അങ്ങനെ 2 പീസ് വെട്ടി മാറ്റി വെച്ചു. വെച്ചാൽ ഒരേ ദിവസം തന്നെ കൊടുക്കണമല്ലോ, ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു 2 പീസ് പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ചക്കക്കുരു എടുത്തത്, അമ്മയുടെ ചക്കക്കുരു എടുത്ത് 10-25 ചക്കക്കുരു എടുത്ത് മാറ്റി വെച്ചത് എടുത്തിട്ട് ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മമ്മീനോട് ഞാൻ പറഞ്ഞു മമ്മി ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടാക്കി. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ ഒരുപാട് നാളായിട്ടോ കഴിച്ചിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ചോറിനൂടെ കഴിക്കാനായിട്ട് 1-1.5 കറി കേട്ടോ. അപ്പം ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ. ചക്കക്കുരു ഞാൻ ഇടിച്ചിട്ട് അതിൻ്റെ തോലെടുത്ത് കളയായിരുന്നു, നമുക്ക് അല്ലാണ്ട് എടുക്കാൻ ഇച്ചിരി പാടാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ടാറ്റാ.